ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. കുറച്ച് നാളായി നമ്മുടെ കാളി, അതായത് നമ്മുടെ ടെക്നോളജി ആണല്ലേ, ആ അണ്ണൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഈ അടുത്ത കാലത്ത് അണ്ണൻ കുറച്ച് നല്ല നല്ല വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ സംഘപരിവാർ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെയൊക്കെ ശക്തമായ രീതിയിലൊക്കെ പ്രതിഷേധിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, അണ്ണൻ നേരായ പാതയിലൊക്കെ വന്നെന്ന്. എവിടുന്ന് ഈ പട്ടിയുടെ വാല് പന്തിരാണ്ട് കൊല്ലം കുഴലിട്ടിട്ട് വലിച്ചൂരി എടുത്താൽ അത് വളഞ്ഞിരിക്കുമെന്ന് പറഞ്ഞ അവസ്ഥയാണ് ഒരു മിനിമം സംഖ്യയുടെ ക്വാളിറ്റി എന്നുള്ളത്. അത് അണ്ണൻ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോക്രോച്ച് ജനതാ പാർട്ടികളെ കൂറകളെന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ച് അവരിപ്പോൾ ജന്തർ മന്ദറിൽ സമരമൊക്കെ നടത്തി അവർ വിചാരിച്ച പോലെ, അല്ലെങ്കിൽ അവരെന്താണോ മുന്നോട്ട് വെച്ചത് അത് നമ്മുടെ ഭരണകൂടത്തിന് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, സമ്മതിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ ആര്, ഒന്നുമില്ല എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചവരുണ്ടല്ലോ, അവരുടെ മുമ്പിൽ ഇന്ന് മുട്ടുമടക്കി അല്ലെങ്കിൽ തല കുനിച്ച് കുമ്പിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്തിനുണ്ടായി എന്ന് പറയണം. അത് ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ കരുത്തും അവരാർജിച്ചെടുത്തിട്ടുള്ള ആ മനോവീര്യവും കൊണ്ടാണ്. കാരണം ഇത്രയും ദിവസം ഈ ജന്തർ മന്ദറിൽ ഇവർ സമരം നടത്തിയപ്പോൾ ഇവർ വിചാരിച്ച് ഇവർ ഇട്ടിട്ട് ഓടുമെന്നാണ് വിചാരിച്ചത്. ഈ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരെല്ലാം, അത് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവർക്ക് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെല്ലാം രാജ്യദ്രോഹികൾ. അവരെയൊക്കെ നേരെ തൂക്കിയെടുത്ത് അങ്ങ് തീഹാർ ജയിലിൽ കൊണ്ടുവിടുമെന്നാണ് ഈ വാണം പൊട്ട സംഖ്യകൾ വന്നിരുന്നുകൊണ്ട് വിളിച്ച് പറയുന്നത്. അപ്പം നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഒരു സുഹൃത്ത് നമ്മുടെ കാളിച്ചേട്ടന് ഒരു വീഡിയോയിൽ ഒരു മറുപടി കൊടുത്തായിരുന്നു. കാളിയണ്ണൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വന്നിരുന്നുണ്ട് കൊണ പറയത്തില്ലായിരുന്നു. അപ്പം അണ്ണൻ അഭിസംബോധന ചെയ്യുന്നത് മദ്രസ കുണ്ടൻ എന്നൊക്കെയാണ് പറയുന്നത്. എന്താണേലും കാളിയണ്ണനും കുറച്ചുനാൾ ശാഖയിലൊക്കെ പോയതല്ലേ. ഈ ശാഖയിലും ഈ പറയുന്ന കുണ്ടൻ പണി ഉണ്ടെന്നുള്ളത് നമുക്കൊക്കെ അറിയാണ. 21 വയസ്സുള്ള ഒരു പാവം ചെറുപ്പക്കാരൻ ജീവനൊടുക്കിയപ്പം അവൻ വെണ്ടയ്ക്കാശുരത്തി എഴുതി വെച്ചായിരുന്നു, എന്നെ ദൈവന്മാരെല്ലാം കൂടെ പീഡിപ്പിച്ചാണ് കൊലപ്പെടുത്തിയെന്നുള്ളത്. അവനാണ് വന്നിരുന്നുണ്ട് മറ്റുള്ളവരെ കുറിച്ചിട്ട് കൊണ പറയുന്നത്. എന്താണേലും കാളിയണ്ണന്റെ ഈ രോധനം ഒന്ന് നമുക്ക് കേൾക്കാം. ബാ. രാവിലെ ഒരു മദ്രസ കുണ്ട തേമ്പി കിട്ടിയാണ്. മദ്രസ കുണ്ടൻ ഫുൾ പവറിൽ വന്നിട്ടുണ്ട്. കുണ്ടന്റെ വിലാപം ഒന്ന് കേൾക്കാം നമുക്ക്. പറയണ മോനെ, എന്റെ കുട്ടി പറ, എന്റെ ചക്കര കുട്ടി ചുണ്ണിക്കുട്ട. ഇത് പഠിച്ചവരും പഠിക്കാത്തവരും തമ്മിലുള്ള പ്രൊട്ടസ്റ്റാ, അല്ലെങ്കിൽ ഈ പൊന്നൊരുക്കുന്നവർക്ക് കുറിഞ്ചാത്തൻ എന്താ കാര്യം? ഞാൻ എന്നോട് ചോദിക്കുക. അതന്നെ എനിക്ക് എന്നോട് ചോദിക്കാനുള്ളത്. അതൊക്കെ പഠിച്ചവരും പഠിക്കാത്തവരും തമ്മിൽ അവിടെ എന്തെങ്കിലും നടക്കട്ടെ. ഈ യൂട്യൂബിലെ കൊണടിച്ചിട്ട് അണക്കെന്താ അതിൽ റോള്? അതാ എന്റെ ചോദ്യം. മനസ്സിലായില്ലേ? അണക്കെന്ത് റോളാ അതിലുള്ളത്? അണക്കൊരു പുല്ലും ഇല്ല അതില്. മനസ്സിലായോ? നിന്റെ രാഷ്ട്രീയം പറയാം, എനിക്ക് ഇതിന്റെ കൂടെ എന്റെ രാഷ്ട്രീയം പറയാം. അതിന്റെ അപ്പുറത്തോട്ട് ഒരു തൊലിപ്പുമില്ല. മനസ്സിലാവുന്നുണ്ടോ? നീ ശാഖ കുണ്ടന്മാരെന്ന് വിളിച്ചപ്പോഴാണ് നിന്നെ മദ്രസ കുണ്ടാന്ന് ഞാൻ വിളിച്ചത്. മനസ്സിലായോ? മദ്രസ കുണ്ട. ഇനി എന്താ അടുത്ത് പറയാം? നീറ്റ് എന്താണെന്നോ CBSE എന്താണെന്നോ UGC എക്സാം എന്താണോ, അറ്റ്ലീസ്റ്റ് അതിന്റെ ഒക്കെ സ്പെല്ലിംഗ് പോലും കൂട്ടി വായിക്കാൻ അറിയാത്ത അന്നെ പോലത്തെ ശാഖ കുണ്ടന്മാര് പഠിക്കാൻ വിട്ട സമയത്ത് ഈ പരമചളിത്തരമാണി. നീ ഒരു കാര്യം ചെയ്യ്, നാളെ നീ നേരം വെളുക്കുമ്പോൾ മുതൽ എന്നെ കൂടെ പഠിപ്പിക്കാൻ ഇറങ്ങിക്കോ. എന്നാ പിന്നെ കാര്യങ്ങൾ എളുപ്പമായാലും. ഒറ്റ കാര്യമുണ്ട്, എന്റെ ആ പഠിപ്പിക്കലുണ്ട്, ആ വെളിച്ചെണ്ണ പഠിപ്പിക്കൽ എടുത്തിട്ട് ഇങ്ങോട്ട് വരരുത്. അത് മാത്രമേ എന്നോട് പറയുള്ളൂ. മറ്റൊക്കെ പഠിപ്പിച്ചോ, മറ്റേ ആ വെളിച്ചെണ്ണ പണി എടുത്തിട്ട് അത് പഠിപ്പിക്കാൻ വരരുത്. എന്നിട്ട് പറ, അടുത്ത പറ. ഞാനൊക്കെ ഈ 10ാം ക്ലാസ് +2 ഡിഗ്രി മാസ്റ്റേഴ്സ് ഒക്കെ പഠിച്ചത് ഈ ഇന്ത്യയിലാണല്ലോ, നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയിലാണ്. അതുകൊണ്ട് അങ്ങനെ പഠിച്ചിറങ്ങി ഒരു വിദ്യാഭ്യാസമൊക്കെ കിട്ടി ജോലിക്കൊക്കെ കയറി എനിക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ഈ 10 വർഷമായിട്ട് ഈ എക്സാമുകൾ തോന്നിയ പോലെ ചോരുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ അത്രയും അടിമയായിട്ടുള്ള മന്ത്രിമാരുടെ കയ്യിൽ നിന്നൊക്കെ ചോരുമ്പോൾ ആ കുട്ടികൾക്കുള്ള വിഷമം മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം 10ാം ക്ലാസ്സും +2 ഡിഗ്രി മാസ്റ്റർ ഡിഗ്രി ഒക്കെ പഠിച്ച നീ പറയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്ത് ഈ പറഞ്ഞ ചോദ്യപേപ്പർ ചോർന്നു. ഇതാണ് നിന്റെ വിവരം. അതായത് നീയൊക്കെ അബ്ദുറബിന്റെ കാലത്ത് SLC പാസ്സായി വന്ന ആൾക്കാരാണ്. അതായത് തൊഴുത്ത് കെട്ടിയ പോത്ത് വരെ പാസ്സായ സമയത്ത് പാസ്സായി വന്നവനാണ് നീയൊക്കെ. മനസ്സിലായില്ല? അപ്പോൾ നിനക്കൊക്കെയുള്ള ക്വാളിറ്റി ഇത്രയും ഉണ്ടാവുള്ളൂ. ഞങ്ങളൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവരാടാ. പക്ഷെ വിവേകം ഉണ്ടാ മുത്തേ. മനസ്സിലായില്ലേ? നല്ല വിവേകമുണ്ട്. നിന്നെപ്പോലത്തെ ആളുകൾക്കുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇഷ്ടമില്ലാത്തൊരു രാഷ്ട്രീയം, അതിൽ എന്തെങ്കിലും ഒരു ചെറുത് വരുമ്പോൾ അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വലുതാക്കാനുള്ളൊരു ശ്രമം നടത്തും. അതിന് എന്നെ പോലത്തെ രാഷ്ട്രീയക്കാർ തടയിടാൻ ശ്രമിക്കും. അതിന്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. അപ്പൊ നീ ഇവിടുത്തെ സംഘപരിവാറിനെ നോക്കി ശാഖ കുണ്ടന്മാരെന്ന് പറയുമ്പോൾ നിന്നെ പോലത്തെ അനത്ത കുണ്ടന്മാരെ ഞങ്ങൾ മദ്രസ കുണ്ടന്മാരെ എന്നും വിളിക്കും. അതിനിപ്പോ എന്താ പ്രശ്നം? അക്സെപ്റ്റ് ചെയ്യണം. തുടക്കം അവിടുന്നാണ്, ഇവിടുന്നല്ല. അപ്പൊ പറഞ്ഞൊക്കെ അക്സെപ്റ്റ്. ഇനി നീ എന്ത് വീഡിയോ ചെയ്താലും നിനക്ക് അതിന് മറുപടി വന്നിട്ടിരിക്കും. അതിനൊരു ഡൗട്ടും നിനക്ക് വേണ്ട. നീ കരുതും ഇതോടുകൂടി ഉണ്ണി പരിപാടി ചുണ്ണീന്നൊക്കെ വിളിക്കുമ്പോൾ നിർത്തുന്നത്. നിനക്ക് തിരിഞ്ഞിട്ടില്ലല്ലേ? മനസ്സിലായോ? നീ അടുത്ത വീഡിയോ ആയിട്ട് വരണം. നിനക്കുള്ളതൊക്കെ ഞാൻ തന്നുകൊണ്ടേയിരിക്കുക. ഒരു കുഴപ്പമില്ല. അപ്പൊ എന്നോട് പറയാനുള്ള എന്താ വെച്ചാല്, നീ അദ്രബിന്റെ കാലത്ത് 10ാം ക്ലാസ് പാസ്സായതുകൊണ്ടോ, അയാളെ കാലഘട്ടത്തിൽ തന്നെ +2 പാസ്സായതുകൊണ്ടോ, ഡിഗ്രി പാസ്സായതുകൊണ്ടോ, മാസ്റ്റർ ഡിഗ്രി എടുത്തോണ്ടൊന്നും കാര്യമില്ല. ഇപ്പോഴും തൊലിപ്പ് യൂട്യൂബിലല്ലേ, അല്ലാതെ വേറെ പണി നടക്കില്ലല്ലോ. നീ പഠിച്ചത് അത്രമാത്രം നല്ല പഠിപ്പാണെന്ന് വല്ല ജോലിക്കും കയറി ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരു തൊലിപ്പും ഇല്ലാണ്ട് യൂട്യൂബിൽ വന്നിട്ട് നേരം വെളുക്കുമ്പോൾ ചങ്കി കുങ്കി എന്ന് പറയില്ല. എന്റെ പണി, എന്റെ കാര്യം അങ്ങനെയല്ല. അന്തസ്സായിട്ട് പണി പഠിച്ചിട്ടുണ്ട്. ആ പണിയിലൂടെ പോകുന്നുണ്ട്. മാന്യമായിട്ടുള്ള ശമ്പളം ഉണ്ട്. മനസ്സിലായോ? ഞനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, അല്ല വെളിച്ചെണ്ണ മറ്റോ വാങ്ങണ ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്തു തരാട്ടാ. നീ അതിനൊന്നും വിഷമിക്കണ്ട. അതൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തു തരും.
ശാഖകുണ്ടന്മാരെ പുറകെ പിന്നെ നടക്കാണ്ടിരിക്കാൻ പറ്റുമോ? നിങ്ങൾ ഈ 4ഉം 5ഉം വയസ്സായ ആൺകുട്ടികളെ ശാഖയിൽ കൊണ്ടുപോയിട്ട് കുറിച്ചിർത്തി കുറുവടി പ്രയോഗം നടത്തിയിട്ട് ഒരുത്തം കഴിഞ്ഞ സദാ തൂങ്ങി മരിക്കുക ചെയ്യും. അതൊന്നും ശരിയാ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ പറയുന്ന ശാഖയിലാണോ മദ്രസയിലാണോ ഈ പറഞ്ഞ കുണ്ടനാടി നടക്കണമെന്നുള്ളത്. മനസ്സിലായില്ലേ? നീ അടക്കമുള്ള ആളുകളെ ഇത് എന്റെ അനുഭവസ്ഥരല്ല മുത്തേ. നിനക്ക് പറയാൻ മടിയായിട്ടില്ലേ അല്ലേ ഇത്രയുള്ള കാര്യങ്ങൾ? അപ്പൊ പറയുമ്പോ ഒരു രാഷ്ട്രീയത്തെ ബഹുമാനിക്കാൻ പഠിക്കണം. ആ ബഹുമാനമില്ലെങ്കിൽ തിരിച്ച ബഹുമാനം പ്രതീക്ഷിക്കരുത്. അവിടെ പിന്നെ വന്നിട്ട് മൂങ്ങിയിട്ടൊന്നും കാര്യമില്ല. ശാഖാക്കുണ്ടന്മാര് എന്നൊക്കെ പറയുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. മനസ്സിലായി? ഒരുപാട് ആയിരക്കണക്കിന് കേസുകൾ കുട്ടികളെ മദ്രസയിൽ പീഡിപ്പിച്ച അന്റെ ഉസ്താക്കന്മാരുടെ അത്രയും സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിൽ കിടക്കുകയാണ്, കെട്ടുകെട്ടായിട്ട് എടുത്തിട്ട് ഞങ്ങൾ വാരി വിതറും. മനസ്സിലായോ? നിനക്ക് ശാഖയിലെ കാര്യം പറയാൻ നിനക്കൊരു ഏതോരുത്തം തിരുവനന്തപുരത്ത് എവിടെ ഒരു ശാഖയിൽ പീഡിപ്പിക്കുന്നു, ഇന്ന വരെ FIR ഇട്ടിട്ടില്ല, അതിൽ ആളെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നിനക്കൊക്കെ ഒരു 1000 കേസിന് ഒരു കേസ് ഇട്ടിപ്പോ നീയൊക്കെ തൊള്ള പറഞ്ഞ് ഇങ്ങനെ ചാടി വരികയാണ്. ഇത് കുണ്ടന്മാരെന്നാണ്ട്. എടാ മര്യാദയ്ക്കൊന്ന് ഇരുന്ന് ഇതിന് പറ്റുന്നുണ്ട് ആൾക്കൊക്കെ ഉണ്ടാ? അത് ഈ ശാഖത്തെ ആൾക്കാരെ പറയടാ. ആണോ ലൂസായോനെ? നീ ജീവിക്കടാ. നീ ഇനിയിപ്പോ നിനക്കിനിപ്പോ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ജീവിക്കും. അത്യാവശ്യം മൊഞ്ചക്കണ്ടല്ലോ. പോക്കടക്കൊണ്ടാ സുഖല്ലേ? എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ പറയാനുള്ളത്രേ ഉള്ളൂ, ബഹുമാനം വേണം ഓപ്പോസിറ്റ് രാഷ്ട്രീയക്കാരോട്. മനസ്സിലായില്ലേ? അത് രാഷ്ട്രീയമാണ്. മോശമായിട്ടുള്ള വാക്കുകൾ നിന്റെ വായെന്ന് വന്നാൽ അതിലും മോശമായിട്ടുള്ള വാക്കുകൾ ഇവിടുന്ന് വരും. അത് താങ്ങാനുള്ള കെൽപ്പുണ്ടാവണം. മൂങ്ങി നിലവിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഞാൻ വീണ്ടും പറയാണ്, ഈ വീഡിയോയ്ക്കും പതായിട്ട് നീ വരണം. അപ്പൊ അതിനുള്ള മറുപടിയായിട്ട് ഞാൻ വരാം. ഓക്കെ, താങ്ക് യു. ഉളുപ്പുണ്ടോടാ ചങ്ങായി നിനക്ക്? ഉളുപ്പെന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ഏതോ ഒരുത്തൻ തിരുവനന്തപുരത്ത് മരിച്ചിട്ട് FIR ഇട്ടിട്ടില്ല, ഒന്നുമില്ലെന്ന്. എടാ കുഞ്ഞുനാൾ തൊട്ട് ശാഖാപ്രവർത്തനം നടത്തിയിട്ടുള്ള ആ സഹോദരൻ തന്നെ അവന്റെ മരണക്കുറിപ്പാട്ട് എഴുതി വെച്ചു, എന്നെ ഇത്ര ആൾക്കാർ പീഡിപ്പിച്ചു എന്ന്. കേസും പുല്ലൊന്നും നിനക്കൊന്നും ആരും എടുക്കത്തില്ലെന്ന്. പിന്നെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഇത്തരത്തിലുള്ള ആൾക്കാർ ചെയ്യുന്ന തെറ്റുകൾക്ക് ചിലപ്പം കേസ് എടുത്തെന്നിരിക്കും. നിരപരാധികളായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് എതിരെ കേസ് എടുത്തു. പിന്നെ നിന്റെ കെട്ടുകണക്കിനിരിക്കുന്ന സാധനമില്ലേ, അത് നീ ഓരോന്നോട്ട് അങ്ങോട്ട് എടുത്തിട്ടോ. എടാ ഇവിടെ മുസ്ലിയാർ കാണിച്ചാലും ഇവിടെ വലിയ പണ്ഡിതൻ കാണിച്ചാലും തെറ്റാണെങ്കിൽ അത് തെറ്റെന്ന് പറയാനായിട്ടുള്ള ആർജവം ഞങ്ങൾക്കുണ്ട് കേട്ടോ. നീ നന്നാകും എന്നൊക്കെ വിചാരിച്ച് നീ ഒന്നും ഒരു കാലത്തും നന്നാവാൻ പോകുന്നത്. കാരണം നിന്റെയൊക്കെ മനസ്സിലും നിന്റെയൊക്കെ ചിന്താഗതിയും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നേ അത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ സംഘപരിവാർ ഈ രാജ്യത്തിന്റെ മുത്താണ്, തങ്കക്കുടവാണ്, മറ്റതാണ്, തേങ്ങാക്കൊലയാണെന്നൊക്കെ നീയൊക്കെ പറയുമ്പോൾ ഈ ഭൂരിപക്ഷ സമുദായം ഉണ്ടല്ലോ, നിന്നെ ഒന്നും 7 അയലത്ത് പോലും അടിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ കാലം ഇത്രയുമായിട്ട് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വടക്കേന്ത്യയിലോട്ടൊക്കെ പാവം പിടിച്ച ആൾക്കാരെയൊക്കെ പറ്റിച്ച് ഊമ്പിച്ചൊക്കെ ഇതിനൊക്കെ ഇങ്ങനെ ജീവിക്കാം. എന്തായാലും നമ്മുടെ ഒരു സഹോദരന് കൊടുത്തിട്ടുള്ളൊരു മറുപടി കേട്ടോ. വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഏട്ടന് വിവേകം ഉണ്ടെന്നാ പറഞ്ഞ. എന്ത് കോപ്പിലെ വിവേകമാണ് നിനക്കുള്ളത്? നിനക്കൊരു പുല്ലുമില്ല, നിനക്കൊരു തേങ്ങാക്കൊലയില്ലെന്നുള്ളത് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവൻ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വാർത്തകളൊക്കെ എടുത്ത് നോക്കുക കേട്ടാ. നീ പറഞ്ഞ മറ്റേ ചങ്ങായില്ലേ, രാജിവെച്ചിട്ടുണ്ട്. ഈ കൂറകളെന്നൊക്കെ നീയൊക്കെ കിടന്ന് ആക്ഷേപിച്ചില്ലേ, അവരങ്ങോട്ട് മുട്ടുമടക്കിച്ചു എന്ന് വേണം പറയാൻ കേട്ടോ. നാണം കെട്ടില്ലടാ. ഇനിയും വന്നിരുന്നുണ്ട് ഇങ്ങനെ തേഞ്ഞൊട്ടണോ നിന്നെ പോലുള്ള വേട്ട. അപ്പൊ ഉണ്ണിയേട്ടാ, അടുത്ത വീഡിയോ കാണാം കേട്ടാ. ബൈ.